വയശ്റബൂനൽ അശ്രിബ കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാർ, കള്ള് കുടിക്കുന്ന ആളുകൾ തുടങ്ങിയാൽ കുട്ടികൾ വരെ കള്ള് കുടിക്കാൻ തുടങ്ങിയല്ലോ. പണ്ടൊക്കെ കല്യാണം ആലോചിക്കുമ്പോ കള്ള് കുടിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ എന്ന് അന്വേഷിക്കാം അല്ലെ? ഇന്ന് പെൺകുട്ടികളെ വരെ കള്ള് കുടിക്കാത്ത പെൺകുട്ടികളുണ്ടോ എന്ന് വരെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബക്കറ്റും വരും, കബറും വരും. കബറിലേക്ക് പോകാനുണ്ട്. അപ്പൊ കബറിൽ രക്ഷപ്പെടാൻ വേണ്ടി കബർ നിറച്ചു കൊടുക്കില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തോ ഒരു സ്ക്വയറിന്റെ കാര്യം പറഞ്ഞു, 6000 രൂപയാണ് ഇൻഷാ അല്ലാഹ് ഖബർ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു നിയ്യത്തോടു കൂടി ആ സ്ക്വയറുകളൊക്കെ ഓരോ ആളുകളും ഏറ്റെടുക്കുക. അതേപോലെ മരിച്ചുപോയ ഉമ്മയുടെ കബറിടങ്ങൾ സ്വർഗീയമാകാനും, മക്കളില്ലാത്ത ആളുകൾ മക്കൾ ഉണ്ടാകാനും, കല്യാണം കഴിക്കാത്ത ആളുകൾ കല്യാണം കഴിക്കാനും, പിന്നെ അതേപോലെ എന്തൊക്കെ വിഷമമാണോ നമ്മൾക്കുള്ളത് ആ ഒരു വിഷമം മനസ്സിൽ വെച്ച് നല്ലൊരു നിയ്യത്തോടു കൂടി ഈ ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാലും ഈ ഒരു ബിൽഡിംഗ് എന്താണ്, പള്ളിയുടെ വരുമാനമല്ലേ, എത്ര കാലം അത് നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ കബറിലേക്ക് അതിന്റെ ഡെപ്പോസിറ്റ് വരും. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് ഞാൻ അവസാനം സൂചിപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോക്കറ്റ് ഒന്നുമില്ല ഇടാൻ വേണ്ടി, മൊബൈൽ ഇട്ടിട്ടുണ്ട് വരുന്നത്. ഉദ്ഘാടനം ചെയ്യുക, തന്നെ സംഘാടകരുടെ ഉദ്ഘാടനം ചെയ്യും. നല്ലൊരു തുക ഇട്ടോ, 1000 ഇട്ടോ കുറക്കണ്ട. ബക്കറ്റ് വരുന്നുണ്ട്, നല്ലൊരു തുക ഇട്ട് കൊടുക്കുക എല്ലാരും. പിന്നെ കവറും വരുന്നുണ്ട്. ഇനി ബക്കറ്റിൽ 10 രൂപ ഇട്ടിട്ട് കവറിൽ 100 ഇടാൻ നിൽക്കണ്ട, ബക്കറ്റിൽ തന്നെ 1000 ഇടാം. അങ്ങനെ കവറിൽ 10,000 ഇട്ട് കൊടുക്കാലോ. അങ്ങനെ ചെയ്യും. അതേപോലെ പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണ കൂരി വെക്ക്. ബക്കറ്റിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, കവറിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഏതായാലും നല്ല നിയ്യത്തോടു കൂടി ചെയ്യും. നാളെ കബറിലേക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കുന്നത്, അല്ലെ? കബറിലല്ലേ നമ്മൾ രക്ഷപ്പെടേണ്ടത്. നാളെ നമ്മൾക്ക് രക്ഷപ്പെടണം. ഇതൊക്കെ എങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോവാ. ഖബറിൽ രക്ഷപ്പെടണം. അതിനുള്ളൊരു ഡെപ്പോസിറ്റ്, അതിനുള്ളൊരു തയ്യാറെടുപ്പായിക്കോട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഅശ്റബൂനൽ അശ്രിബ, കള്ള് കുടിക്കാൻ തുടങ്ങും. കള്ളൊക്കെ വ്യാപകമായില്ലേ? കള്ളു കുടിക്കാൻ. ഇന്നലെ ഒരു ചർച്ച, ഒരു പ്രപ്പോസൽ വന്നപ്പോ, ഒരു പുതിയാപ്പിള അന്വേഷിച്ച ഒരാൾ വന്നപ്പോ പറഞ്ഞു കള്ളു കുടിക്കുന്നുണ്ട് എന്ന ഒരു ചർച്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, അതൊന്നും വലിയ കുഴപ്പമില്ലല്ലോ, സ്വഭാവം നന്നായാൽ പോരെ, കള്ളു കുടിച്ചാലൊന്നും കുഴപ്പമില്ല, സ്വഭാവം നേരുണ്ടെങ്കിൽ പോരെ എന്നൊരു ചർച്ച വന്നു. എന്താണത് സൂചിപ്പിക്കുന്നത്? കള്ളൊക്കെ സർവ്വസാധാരണമായ, അതൊന്നും വിഷയമല്ല, കള്ളു കുടിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് നമ്മൾ മാറിപ്പോന്ന സഹോദരങ്ങളെ. ആ കാലമാണ് നമ്മുടെ കാലം. വയശ്റബൂനൽ അശ്രിബ ഫബാതു അലാ ശുർബിഹിം വലഹ്ബിഹിം. അങ്ങനെ കള്ളു കുടിച്ച് മത്തായി പാട്ടുപാടി തോന്നിവാസങ്ങൾ ചെയ്ത് ആഘോഷങ്ങളുടെ തിമർപ്പിൽ നീ അടിച്ചു പൊളിച്ചു നീ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആല വറഖറദതൻ വഖനാസീർ, പന്നികളായി കോലം മറിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നിർത്താനുള്ള സമയമായില്ലേ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു മാറ്റം വരാനുള്ള സമയമായില്ലേ? നമ്മളൊക്കെ നമ്മുടെ മക്കൾ നല്ലവരായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞുവല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇത് ദുആ ചെയ്യാറുണ്ടോ നമ്മളൊക്കെ? ഈ ദുആ നമ്മൾ ചെയ്യാറുണ്ടോ? റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണം, മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യയിൽ നിന്ന് ഖുറത അഅ്യുൻ, കൺകുളിർമയുള്ളതിന് നീ നൽകണം അല്ലാഹ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരില്ലേ, അല്ലേ? നല്ല പെണ്ണ് വേണ്ടേ? ദുആ ചെയ്യണ്ടേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ. ചെറുപ്പക്കാരാ, നല്ല പെണ്ണ് വേണോ? ഓരോ നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യേ. അല്ലാതെ ബൈക്ക് എടുത്തിട്ട് പോവണ്ട സ്കൂൾ വിടുമ്പോ.
കാറുമെടുത്ത് പോവണ്ട, ബസ് സ്റ്റാൻഡിലിരുന്ന് കാത്തിരിക്കേണ്ട, നീ ദുആ ചെയ്യ്, അല്ലാഹു നിനക്ക് ഏറ്റവും നല്ലത് തന്നെ തരും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അതേപോലെ പെണ്ണെ, നീയായിട്ട് പ്രണയിക്കാനോ നീയായിട്ട് പ്രപ്പോസ് ചെയ്യാനോ നിൽക്കണ്ട. ഉപ്പമാരും ഉമ്മമാരും പ്രപ്പോസ് ചെയ്യുന്നതിന് നീ സ്വീകരിക്ക്. നീ ഈ ദുആ ചെയ്തോ. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദുആ ചെയ്തേക്ക്. റബ്ബനാ, എന്റെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, എനിക്ക് നല്ലൊരു ഭർത്താവിനെ തരണേ അല്ലാ. ചെറുപ്പക്കാരാ, നീ ദുആ ചെയ്യേ, അല്ലാഹുവേ എനിക്ക് നല്ലൊരു ഭാര്യയെ താ. ഇനി കല്യാണം കഴിഞ്ഞ ആളുകളും ദുആ ചെയ്യേ, അല്ലാഹുവേ എന്റെ ഭാര്യയെ നീ ദീനീ ബോധമുള്ളവരാക്കല്ലാ, ഭർത്താവിനെ ദീനീ ബോധമുള്ളവരാക്കണം അല്ലാ. ഇതെല്ലാവരും ദുആ ചെയ്യേണ്ട ദുആണ്. വൃദ്ധരായി മൂക്കിൽ പല്ല് മുളച്ചാൽ വരെ ഈ ദുആ ഒഴിവാക്കരുത്. ഈ ദുആ മരണം വരെ ദുആ ചെയ്യുക. ഫ്രം എ ടു സെഡ് എന്ന് പറയാൻ അല്ലേ, ചെറിയ കുട്ടി, ഒരു 7 വയസ്സായ കുട്ടി മുതൽ മരണം വരെ ദുആ ചെയ്യേണ്ട ദുആണിത്. അങ്ങനെ ദുആ ചെയ്താലോ അല്ലാഹു ഒരു ദിവസം നമ്മുടെ ദുആ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പെണ്ണ് ദീനീ ബോധമുള്ളവരാകും, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകും, നമ്മളും സ്വാലിഹീങ്ങളാകും. ഒരു ദുആ സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ദുആ അറിയോ? ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ അറിയോ? ന്യൂ ജനറേഷൻ സൈബർ യുഗത്തിൽ ചെറുപ്പക്കാർക്ക് ഹിന്ദി പാട്ടും സിനിമ പാട്ടും അല്ലാതെ ഈ ദുആ ഒക്കെ അറിയോ? ഞാൻ ചോദിക്കാൻ, അറിയോ? ഞാൻ കൈയൊന്നും പൊക്കിക്കുന്നില്ല, വെറുതെ എന്തിനല്ലേ കൈ പൊക്കി ബേജാറാവണ്ട. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കൺകുളിർമയുള്ള ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നൽകണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മുത്തഖീങ്ങളുടെ നേതാവായി നീ ഞങ്ങളെ മാറ്റണേ അല്ലാ എന്നൊരു ദുആ എല്ലാവരും ദുആ ചെയ്യാ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ.